ഉഴുന്ന് അതുപോലെ കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റവ മേടിച്ച് വെച്ചാൽ ഒരു ദിവസം ഉപ്പുമാവാക്കാം. അപ്പോൾ എളുപ്പമാണല്ലോ. സൂചി റവ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസരി ഉണ്ടാക്കാം, റവ ലഡു ഉണ്ടാക്കാം. അങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് ഈ സൂചി റവ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ദോശയ്ക്ക് ചോറ് അരയ്ക്കാനില്ലെങ്കിൽ ഈ സൂചി റവ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ച് നമുക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ ചോറ് അരയ്ക്കുന്നതിന് സമമാണ്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇതുകൊണ്ട് സൂചി റവ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ തരിക്കഞ്ഞി ഉണ്ടാക്കും ഞങ്ങളൊക്കെ. പാലിനകത്ത് ഈ തരി ഇട്ടിട്ട് തിളപ്പിക്കും. ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ വയറിനൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് ദഹിക്കുമല്ലോ. അപ്പോൾ രാത്രിയൊക്കെ ലൈറ്റ് ഫുഡ് മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തരിയിട്ട് തിളപ്പിച്ച് പഞ്ചസാരയ്ക്ക് പകരം വേണേൽ തേൻ ചേർക്കാം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് തേൻ ചേർക്കാം കേട്ടോ. ചൂടുള്ള പാലിലൊരിക്കലും നമ്മൾ തേൻ ചേർക്കാൻ പാടില്ല.